നമസ്കാരം, റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റഫറിമാരുടെ തെറ്റായ തീരുമാനം മൂലം ഒരു ടീമിന് വലിയ നഷ്ടം പറ്റുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പല സീസണുകളിൽ പലപ്പോഴായിട്ട് നമ്മൾ ഇത് കണ്ടതാണ്. ഇതൊരു പുതിയ കഥയല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ അത്തരം എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ റഫറിമാർ എടുക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് ഗുണഭോക്താക്കളായിട്ട് കൊൽക്കത്തയിൽ നിന്നുള്ളൊരു വമ്പൻ ടീം വരുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലുണ്ടാവാറുണ്ട്. അത് പലരും ആശങ്കയോടുകൂടി ചോദിക്കാറുമുണ്ട്. ഇന്നിപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പരാജയപ്പെടുത്തുമ്പോഴും അത്തരത്തിലുള്ളൊരു ചോദ്യം ഉയർന്നു വരികയാണ്. 3-2 വിജയമാണ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൽ മോഹൻ ബഗാന്റെ രണ്ടാമത്തെ ഗോളാണ് വലിയ രൂപത്തിൽ ഇപ്പോൾ വിവാദമായി മാറിയിട്ടുള്ളത്. സുഭാഷിഷ് ബോസ് നേടിയിട്ടുള്ള ആ ഒരു ഗോള്, ആ ഗോളാണ് അവർക്ക് സമനില പിടിച്ചു കൊടുക്കുന്നത്. പിന്നെയാണ് വിജയ ഗോൾ കമിൻസ് നേടുന്നത്. ആ ഗോളിന്റെ ഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ ഗുർമീതിനെ ഫൗൾ ചെയ്തുകൊണ്ടല്ലേ ആ ഗോൾ നേടിയത് എന്നുള്ളതാണ് ചോദ്യം. ആ ഒരു ഉയർന്നു വന്ന പന്ത് ഗുർമീതിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം നിലത്തേക്ക് വീഴുന്നു. വീണ്ടും വരുന്ന ആ പന്ത് അദ്ദേഹം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്, അദ്ദേഹം ബോൾ ഹോൾഡ് ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് പന്ത് വലയിലേക്ക് സുഭാഷിഷ് ബോസ് ഇടുന്നത്. അത് റഫറി പക്ഷേ ഗോളാണ് വിധിച്ചത്. ഇപ്പം ചില ആളുകളുടെ എക്സിലെ കമൻ്റൊക്കെ കണ്ടു, അത് ഫൗൾ തന്നെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ വാറൊന്നും ഇല്ലാത്തത് കൊണ്ട് റഫറിക്ക് അത് ഒരു ക്ലിയർ വിസിബിലിറ്റി കിട്ടിയില്ല, അതുകൊണ്ട് ഗോൾ വിധിച്ചു, പ്രശ്നമൊന്നുമില്ല എന്ന്. എന്തൊക്കെ തമാശയാണിത്. ഗോൾ കീപ്പറുടെ കയ്യിൽ കിടന്ന പന്തെടുത്ത് ഗോളടിച്ചിട്ട്, ഫൗൾ ചെയ്ത് ഗോളടിച്ചിട്ട് അത് ഗോൾ വിധിക്കുന്നു. അതിന് പ്രൊട്ടസ്റ്റ് ചെയ്ത നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തിന് യെല്ലോ കാർഡും കൊടുത്തു വിടുന്നു റഫറി. വല്ലാത്ത റഫറിങ് തന്നെ. ഇതിപ്പം അവരുടെ കോച്ച്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കോച്ചും വലിയ രൂപത്തിൽ പ്രതിഷേധമൊക്കെ കാണിക്കുന്നത് കണ്ടു. എന്ത് കാര്യം! കളിയുടെ 4ാമത്തെ മിനിറ്റിൽ തന്നെ ബെമ്പാമറിലൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുന്നിലെത്തിയതാണ്. 10ാമത്തെ മിനിറ്റിൽ ദിബേന്ദ്ര വിശ്വാസിലൂടെ ആ ഗോൾ മോഹൻ ബഗാൻ തിരിച്ചടിച്ചു. എന്നാൽ അലാദിൻ അജാരിയിലൂടെ 24ാമത്തെ മിനിറ്റിൽ നോർത്ത് ഈസ്റ്റ് ലീഡ് പിടിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 മുന്നിലാണ്. 61ാമത്തെ മിനിറ്റിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സുഭാഷിഷ് ബോസിന്റെ ഗോൾ വരുന്നത്. എന്നാൽ പിന്നീട് 87ാമത്തെ മിനിറ്റിൽ മികച്ചൊരു ഗോള് സഹൽ അബ്ദുൽ സമദിന്റെ പാസിൽ നിന്ന് കമിൻസ് നേടിയതോടുകൂടി 3-2 മോഹൻ ബഗാൻ വിജയം ഉറപ്പാക്കിയായിരുന്നു. അപ്പോഴും പക്ഷേ ഇത് തങ്ങളിൽ നിന്ന് കളി റഫറിയുടെ സഹായത്തോടെ പിടിച്ചെടുത്തതാണ് മോഹൻ ബഗാൻ എന്ന തരത്തിൽ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആരാധകർ വിശ്വസിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ്